കേരളത്തിലെ സാമൂഹിക രാഷ്ട്രീയ മണ്ഡലങ്ങളിൽ വലിയ ചലനങ്ങൾ സൃഷ്ടിച്ചുകൊണ്ട് സുപ്രധാനമായ ഒരു വാർത്തയാണ് ഇപ്പോൾ ഹൈക്കോടതിയിൽ നിന്നും പുറത്തുവരുന്നത്. SNDP യോഗം ജനറൽ സെക്രട്ടറി സ്ഥാനത്ത് നിന്നും വെള്ളാപ്പള്ളി നടേശനെ ഹൈക്കോടതി നീക്കം ചെയ്തിരിക്കുന്നു. വെള്ളാപ്പള്ളിക്കും മകൻ തുഷാർ വെള്ളാപ്പള്ളിക്കും ഒരുപോലെ തിരിച്ചടിയാകുന്ന വിധി ജസ്റ്റിസ് TR രവിയുടെ സിംഗിൾ ബെഞ്ചിൽ നിന്നാണ് ഉണ്ടായിരിക്കുന്നത്. ദീർഘകാലമായി SNDPയുടെ തലപ്പത്തിരുന്ന വെള്ളാപ്പള്ളിക്ക് തന്റെ ഔദ്യോഗിക പദവികൾ ഒഴിഞ്ഞു പോകാതെ വയ്യ എന്ന അവസ്ഥയാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. ഈ നടപടിയിലേക്ക് നയിച്ചത് അന്തരിച്ച പ്രശസ്ത സാമൂഹിക പ്രവർത്തകൻ MK സാനു ഉൾപ്പെടെയുള്ളവർ നൽകിയ ഹർജിയാണ്. മാധ്യമങ്ങളിൽ പലപ്പോഴും രാഷ്ട്രീയ ഇടപെടലുകളെ കുറിച്ചുള്ള ചർച്ചകൾ വരാറുണ്ട് എങ്കിലും ഈ കേസിൽ ഹൈക്കോടതി വിധി പുറപ്പെടുവിച്ചിരിക്കുന്നത് നിയമപരമായ ചില സാങ്കേതിക ലംഘനങ്ങളുടെ അടിസ്ഥാനത്തിലാണ്. SNDP യോഗം കമ്പനി നിയമങ്ങൾക്ക് കീഴിലാണ് പ്രവർത്തിക്കുന്നത്. എന്നാൽ ഈ പ്രസ്ഥാനം കമ്പനി നിയമങ്ങൾ പൂർണ്ണമായും ലംഘിച്ചുകൊണ്ട് അയോഗ്യമായാണ് പ്രവർത്തിക്കുന്നത് എന്നതായിരുന്നു ഹർജിക്കാരുടെ പ്രധാന ആരോപണം. പ്രത്യേകിച്ച് കമ്പനി നിയമപ്രകാരം ഡയറക്ടർ ബോർഡിൽ ഇരിക്കുന്നവർ വാർഷിക റിട്ടേണുകൾ സമർപ്പിക്കേണ്ടതുണ്ട്. ഇത്തരം നടപടിക്രമങ്ങൾ കൃത്യമായി പാലിച്ചിട്ടില്ല എന്ന് കോടതിക്ക് ബോധ്യപ്പെട്ടിരിക്കുന്നു. ഇതിനു പുറമെ സംഘടനയുടെ സാമ്പത്തിക ഇടപാടുകളിലും ഓഡിറ്റ് റിപ്പോർട്ടുകളിലും വലിയ ക്രമക്കേടുകൾ നടന്നു എന്ന ഗൗരവകരമായ കണ്ടെത്തലുകളും ഈ വിധിയിലേക്ക് നയിച്ച ഘടകങ്ങളാണ്. അതായത് ഇത് വെറുമൊരു രാഷ്ട്രീയ പ്രേരിത നടപടിയായിട്ടല്ല, മറിച്ച് നിയമപരമായ ബാധ്യതകൾ നിറവേറ്റാത്തതിന്റെ പേരിലുള്ള നടപടിയായാണ് കാണേണ്ടത്. വെള്ളാപ്പള്ളി നടേശൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ അടുത്ത അനുഭാവിയാണെന്നും ഇടതുപക്ഷത്തോട് കടുത്ത ബന്ധമാണ് പുലർത്തുന്നതെന്നും പലപ്പോഴും ചർച്ച ചെയ്യപ്പെടാറുണ്ട്. എന്നാൽ VD സതീശൻ ഇടപെട്ടിട്ടാണോ ഇത്തരമൊരു നീക്കം നടത്തുന്നത് എന്ന സംശയവും ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. MK സാനുവിനെ പോലുള്ള നിഷ്പക്ഷരായ സാമൂഹിക പ്രവർത്തകർ വർഷങ്ങൾക്ക് മുൻപേ തുടങ്ങിയ നിയമ പോരാട്ടത്തിന്റെ ഫലമായാണ് ഈ വിധി ഇപ്പോൾ വരുന്നതെന്നും പറയപ്പെടുന്നു. എങ്കിലും നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന ഈ വേളയിൽ NSSഉം SNDPയും തമ്മിലുള്ള ഐക്യത്തെക്കുറിച്ചും മറ്റുമുള്ള ചർച്ചകൾ സജീവമാണ്. ഈ രാഷ്ട്രീയ ചൂടിനിടയിലാണ് ഈ വിധി വരുന്നത് എന്നത് ഇതിന്റെ പ്രാധാന്യം വർദ്ധിപ്പിക്കുകയുമുണ്ട്. നിലവിൽ ഡയറക്ടർ ബോർഡിലേക്ക് സർക്കാർ പുതിയ ആളുകളെ ശുപാർശ ചെയ്യണമെന്നും പുതിയ തെരഞ്ഞെടുപ്പ് പ്രക്രിയയിലൂടെ മാത്രമേ മുന്നോട്ട് പോകാൻ കഴിയൂ എന്നും കോടതി ഉത്തരവിട്ടിട്ടുണ്ട്. ചുരുക്കത്തിൽ രാഷ്ട്രീയ ചർച്ചകൾ എന്തു തന്നെ ആയാലും കമ്പനി നിയമങ്ങളുടെ ലംഘനവും സാമ്പത്തിക ക്രമക്കേടുകളുമാണ് വെള്ളാപ്പള്ളി നടേശന്റെ പദവി തെറിപ്പിക്കാൻ പ്രധാനമായ കാരണമെന്നതാണ് പറയുന്നത്. സാമുദായിക സംഘടനകളുടെ ജനാധിപത്യപരമായ തെരഞ്ഞെടുപ്പ് നടക്കണമെന്ന ഹർജിക്കാരുടെ വാദം കോടതി ശരിവെച്ചിരിക്കുകയാണ്. കേരളത്തിന്റെ വരാനിരിക്കുന്ന രാഷ്ട്രീയ നീക്കങ്ങളിൽ ഈ വിധി വലിയൊരു വഴിത്തിരിവാകുമെന്ന കാര്യത്തിൽ തീർച്ചയാണ്.